പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആണ്ടിൻ്റെ 5ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാവവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 123 സങ്കീർത്തനക്കാരൻ പാടുന്നു: ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പരാശ്രയ ജീവിയാണ്, ഒരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ നിലയിലുള്ള ഒരു സഹായിയെ ലഭിച്ചില്ലെങ്കിൽ നമ്മേക്കാൾ ഉയർന്ന ഒരു സഹായിയെ നമുക്ക് ആവശ്യമാണ്. മനുഷ്യരുടെ സഹായം പലപ്പോഴും പരിമിതികളുള്ളതും അത് പെട്ടെന്ന് തീർന്നു പോകുന്നതും നമ്മെ പലപ്പോഴും ഓർക്കാതെയും മറന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന അനേക സന്ദർഭങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ യാതൊരു സഹായവും നമുക്ക് ലഭിച്ചില്ലെന്നും വരാം. പലരും വാഗ്ദത്തങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മെ സഹായിക്കുവാൻ ദൈവം അനുവദിക്കാതെ ആർക്കും കഴിയുകയുമില്ല. അനേകർ ഓർക്കാതെ ഇരിക്കുമ്പോൾ, അനേകർ നമ്മെ മറന്നു പോകുമ്പോൾ, ആരും സഹായിച്ചില്ലെങ്കിലും മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതിയെന്നായിരുന്നു പലരുടെയും ആഗ്രഹം. ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വിവിധ നിലയിലുള്ള ഉപദ്രവങ്ങൾ കൂടി വരികയും സഹായത്തിന് ആരുമില്ലാതെ വരികയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു ദൈവഭക്തന് സഹായത്തിനായി നോക്കുവാൻ ഒരിടമുണ്ടെന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു. പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ ദൈവിക കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു അന്തർദാഹം നമുക്കുണ്ടായിരിക്കണം, നമുക്ക് ആവശ്യമാണ്. അത്യന്തം ആവലാതിയോടുകൂടെ ആവശ്യബോധത്തോടും കൂടെ തകർന്ന ഹൃദയവും നിറഞ്ഞ മിഴികളുമായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മെ സഹായിക്കുവാനും ഉദ്ധരിക്കുവാനും ദൈവം എന്നും നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ലോകത്തിന് കാണുവാനോ കേൾക്കുവാനോ കഴിയാത്ത കാര്യങ്ങൾ ഒരു ഭക്തന് വിശ്വാസത്താൽ കാണുവാൻ കഴിയും. വാർദ്ധക്യം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ മങ്ങിപ്പോകാം. എന്നാൽ നമ്മുടെ അകമയുള്ള കണ്ണുകൾ ഒരിക്കലും മങ്ങിപ്പോകുവാൻ ഇടവരരുത്. 120-ാം വയസ്സിൽ മോശ മരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ മങ്ങിയിരുന്നില്ല എന്ന് വചനം പറയുന്നു. ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ടുനിന്ന സ്തേഫാനോസിന് സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. പ്രിയ ദൈവവൈതലേ, കണ്ണുകൾ കാണുവാനുള്ളതാണെങ്കിലും എല്ലാം നോക്കുവാനുള്ളതല്ല. കണ്ണുകൾ കൊണ്ട് നോക്കി ഹൃദയം കൊണ്ട് ചിന്തിച്ചാണല്ലോ ഒരുവൻ പാപത്തിൽ വീഴുന്നത്. ഒരു ദൈവഭക്തൻ തൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്യണമെന്നാണ് യോബ് പറഞ്ഞിരിക്കുന്നത്. പോത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണുകൾ യോസഫിന്റെ മേൽ പതിഞ്ഞതും നിമിത്തമാണല്ലോ അവളുടെ ഹൃദയം പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. ദോഷം കാണാതെ കണ്ണടച്ചു കളയുന്നവന്റെ മഹത്വം എത്ര വലുതാണെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്വർഗത്തിലെ സ്വർഗത്തിലെ യജമാനന്റെ മുമ്പിൽ വിധേയപ്പെടുന്ന ഒരു ദാസനെയും ദാസിയെയും അവൻ എന്തു കൽപ്പിച്ചാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന തൻ്റെ ഭക്തന്മാരെയും ദൈവം ഒരിക്കലും കൈവിടുകയില്ല. കനാന്യ സ്ത്രീക്ക് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ഒരു യോഗ്യതയും ഇല്ലാതെ ഇരുന്നുവെങ്കിലും അവൾ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി കർത്താവിനെ പിൻചെന്നു. യേശുവിൽ നിന്നുള്ള കൃപയും കരുണയും ധാരാളം പ്രാപിച്ചു. ഇയ്യോബിൻ്റെ കഷ്ടതയിൽ തൻ്റെ സ്നേഹിതന്മാർ പോലും തന്നെ പഴിച്ചു പറഞ്ഞപ്പോൾ താൻ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഇനി മരിക്കേണ്ടി വന്നാലും മറ്റൊരു കരുണയ്ക്കായി മറ്റൊരു ആരുടെയും മുഖത്തേക്ക് നോക്കില്ലെന്ന് താൻ ഉറച്ചു തീരുമാനിച്ചു. ഒടുവിൽ ദൈവമുഖം നോക്കിയ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ
എല്ലാ നഷ്ടങ്ങളും ഇരട്ടി നന്മയായി മാറുവാനിടയായി. ആ നന്മയെല്ലാം മടങ്ങി വരുവാനിടയായി. ആരെല്ലാം ദൈവമുഖത്തേക്ക് നോക്കിയോ അവരെല്ലാം നന്മ പ്രാപിച്ചിട്ടുണ്ട്. ഈ പ്രഭാതം സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്ക് പറയുവാനിടയാകട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ദാസന്റെ കണ്ണ് ആമേൻ യജമാനന്റെ കയ്യിലേക്ക്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ആമേൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ആ മുഖത്തേക്ക് നോക്കുവാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. നാഥ, ഈ പ്രഭാതം ആമേൻ സ്തോത്രം പലവിധമായ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടെ, മാനസികമായ നിരാശകളിൽ കൂടെ, ശാരീരികമായ ക്ഷീണങ്ങളിൽ കൂടെ, രോഗബലഹീനതയിൽ കൂടെ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കൂടെ തലമുറകളെ ഓർത്ത് കരയുന്ന കർത്താവേ, തലമുറയില്ലാതെ കരയുന്ന, ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്ന നിരവധി കർത്താവെ പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ അവൻ ദൈവീക മുഖത്തേക്ക് നോക്കി ഒരു വിടുതലിന് വേണ്ടി, ഒരു പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി ആമേൻ കർത്താവെ സ്വർഗത്തിലേക്ക് നോക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഇന്ന് പ്രഭാതം ആമേൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും ആമേൻ നൽകി മാനിക്കണം, ആദരിക്കണം. കർത്താവെ, ഈ പ്രാർത്ഥനയുടെ മറുപടികൾ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജപ്തിയുടെ അനുഭവങ്ങളിലായിരിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ, ഭവനങ്ങളിൽ കർത്താവെ സ്തോത്രം ആമേൻ വളരെ ബലഹീനതയോടുകൂടെ ഭാരപ്പെടുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെയും കടഭാരങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം സാമ്പത്തികമായി ഞരങ്ങുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ. സ്വർഗീയതയുമേ, അവിടെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവം ആമേ സ്തോത്രം ഹല്ലേലൂയ യജമാനന്റെ കരത്തിൽ നോക്കുന്ന, ദാസിയുടെ കരത്തിൽ നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യജമാനൻ അവരെ മാനിക്കുന്നത് പോലെ, യജമാനത്തി മാനിക്കുന്നത് പോലെ എൻ്റെ സ്വർഗത്തിൽ ദൈവം എന്ന് പറയും. അവൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കായി ആ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മകത്വമെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.